ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസും അതുപോലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് വേണ്ടി ചൂസ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റികളാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയും SNG യൂണിവേഴ്സിറ്റി അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും. ഈ ഒരു നമ്മളൊരു അഡ്മിഷൻ എടുക്കാൻ വരുന്ന ടൈമിൽ കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിലേത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്? ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതാണോ നല്ലത്, അതോ SNGയിൽ അഡ്മിഷൻ എടുക്കുന്നതാണോ നല്ലത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് സർട്ടിഫിക്കറ്റ് കുറച്ചുകൂടെ വാല്യൂ ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സും മറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഗ്നോ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ ലെവലിലുള്ള നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റേഴ്സ് ഒരു സ്റ്റേറ്റിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല, കംപ്ലീറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സെൻറ്റേഴ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും എബ്രോഡും സെൻറ്റേഴ്സ്, എക്സാം സെൻറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി SNGനെ കുറിച്ച് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടൊരു സ്റ്റേറ്റ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റേഴ്സ് എല്ലാം കേരളത്തിനുള്ളിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് എടുക്കുന്നത് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴും നാട്ടിൽ വരാനായിട്ട് പറ്റുള്ളൂ, ഇയർലി വൺസൊക്കെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇഗ്നോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം സ്റ്റഡി സെൻറ്റേഴ്സ് എല്ലായിടവും അവൈലബിൾ ആണ്. ഇനി കേരളത്തിനുള്ളിൽ PSC എക്സാംസ് ഒക്കെ എഴുതി ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ SNG എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കേരളത്തിനുള്ളിൽ എല്ലായിടവും സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട് SNGക്ക്. ഓക്കെ, പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, PSCക്ക് എഴുതാൻ അല്ലെങ്കിൽ UPSC എക്സാം അല്ലെങ്കിൽ സിവിൽ സർവീസ് ഇതിനൊക്കെ പഠിക്കുന്ന ആൾ ഇതിലേത് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ PSC എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി എഴുതാം. അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ്. കാരണം അത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ യൂണിവേഴ്സിറ്റി ആണല്ലോ. അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല കേരളത്തിനുള്ളിലാണെങ്കിൽ. പക്ഷേ സിവിൽ സർവീസോ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലെ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി എടുക്കുന്നത് നല്ലതാണ്. കാരണം ഇഗ്നോയിൽ നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നാഷണൽ ലെവലിൽ വരുന്ന എക്സാംസിൽ, സിലബസിൽ എക്സാംസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വന്നിട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ 300-ലധികം കോഴ്സുകൾ ഇപ്പോൾ പ്രോഗ്രാംസ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഡിഗ്രി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, PG, അതുപോലെ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, PG ഡിപ്ലോമ തുടങ്ങി 300-ലധികം കോഴ്സുകൾ ഇഗ്നോയിൽ അവൈലബിൾ ആണ്. പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് 28 പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ നിലവിൽ SNൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ PGയും ഡിഗ്രിയും മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഡിപ്ലോമ, PG ഡിപ്ലോമയ്ക്ക് ആണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമെങ്കിൽ ഇഗ്നോ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം SNൽ ഡിഗ്രിയും PGയും മാത്രമാണല്ലോ ഉള്ളത്. അതുമാത്രമല്ല, കുറച്ച് ഡിഗ്രിയും PGയാണ് ഉള്ളത്, ജസ്റ്റ് 28 ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് പ്രോഗ്രാംസിൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് ഫീ സ്ട്രക്ചർ പറയാം അല്ലേ. ഫീ സ്ട്രക്ചർ പലരും ചോദിക്കുന്നുണ്ട്, ഏത് യൂണിവേഴ്സിറ്റിയാണ് അഫോർഡബിൾ, എവിടെയാണ് ഫീ കുറവെന്ന് ചോദിക്കുന്നുണ്ട്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ പ്രോഗ്രാംസും ഇയർ വൈസാണ് വരുന്നത്. അതായത് വർഷത്തിലൊരിക്കലാണ് നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു BA പ്രോഗ്രാമിന്, സാധാ ഒരു ഡിഗ്രി പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ഫീ 5000 രൂപയാണ്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലോ സെമസ്റ്റർ വൈസിലാണ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത്. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ടൈമിൽ ഒരു 4000+ അല്ലെങ്കിൽ 5000+ ആണ് നോർമലി ഫീ വരുന്നത്, 6 മാസത്തേക്കുള്ള ഫീ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഡിഗ്രി പ്രോഗ്രാംസിന് ഒരു വർഷത്തേക്ക് വരുന്ന ഫീ 5000 ആണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിലുള്ള ഫീ സ്ട്രക്ചറാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിനനുസരിച്ച് ഫീയിൽ വ്യത്യാസം വരാം കേട്ടോ. അക്കാഡമിക് ഇയർ അനുസരിച്ച് ഫീയിൽ മാറ്റം വരുമല്ലോ. അങ്ങനെ ഫീയിൽ ഒരുപാട് വ്യത്യാസമൊന്നും പറയാനില്ല. 2 യൂണിവേഴ്സിറ്റിയും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഫീ മേടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവരുടെ കോഴ്സിൻ്റെ
സെം വൈസ് ആണോ ഇയർ വൈസ് ആണോ എന്ന് ചോദിച്ചാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് എടുത്താലും നിങ്ങൾക്ക് ഇയർ വൈസ് രീതിയിൽ എക്സാംസും അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസ് ഇൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇയർ വൈസ് ആണ് നടക്കുന്നത്. പക്ഷേ SN യൂണിവേഴ്സിറ്റിയിലാണെങ്കിലോ SNG യൂണിവേഴ്സിറ്റിയിൽ സെം വൈസിലാണ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത്. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ എക്സാമും അസൈൻമെൻറ്റും ഒക്കെ റെഡിയാക്കേണ്ടി വരും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുക എന്നുള്ളതെന്ന്. ഡെഫിനറ്റ്ലി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ കംപ്ലീറ്റ് പഠിച്ച് PG ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. കാരണം SNG യൂണിവേഴ്സിറ്റി കേരള ബേസ്ഡ് യൂണിവേഴ്സിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എക്സാംസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിനായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഡിഗ്രി സ്വന്തമാക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നല്ല ചോയ്സാണ്. മലയാളത്തിൽ പഠിച്ച് നമ്മളുടെ മാതൃഭാഷയിൽ തന്നെ പഠിച്ച് മാതൃഭാഷയിൽ തന്നെ എക്സാംസ് എഴുതി PGയോ ഡിഗ്രിയോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണെങ്കിലോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ മാത്രമേ എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഒരു വ്യത്യാസം. ഇനി നമുക്ക് സ്റ്റഡി സെൻറ്റേഴ്സിനെ കുറിച്ച് പറയാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പറഞ്ഞു അതൊരു കേരളത്തിനുള്ളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തോട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് സെൻറ്റേഴ്സോ സ്റ്റഡി സെൻറ്റേഴ്സോ ഒന്നുമില്ല. പക്ഷേ കേരളത്തിലെ 14 ജില്ലകളിലും സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ 14 ജില്ലയിൽ ഏത് സ്റ്റഡി സെൻറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ കേരളത്തിനുള്ളിൽ എവിടെ വേണമെങ്കിലും ഏത് സെൻറ്ററിൽ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. സോ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സ്റ്റഡി സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലും എല്ലാ ജില്ലകളിലും സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ കാര്യം നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ കേരളത്തിന് പുറത്തൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഗ്നോ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞതിന് റീസൺ ഇതാണ്. കാരണം കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും മീൻസ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സ്റ്റേറ്റിലും ഒക്കെ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, സ്റ്റഡി സെൻറ്റേഴ്സും ഒക്കെ. അപ്പോൾ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലൊന്നും പോവേണ്ട ആവശ്യം വരുന്നില്ല. സോ അതിനനുസരിച്ച് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അഡ്മിഷൻ ടൈമിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, PGക്ക് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിലാണല്ലോ PGക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രി സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PGക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതൊരു നാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി സ്വന്തമാക്കിയ ഒരാളാണ്. ഏത് യൂണിവേഴ്സിറ്റി എന്ന് ഉദ്ദേശിച്ചത് UGC അംഗീകാരത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി സ്വന്തമാക്കിയ ഒരാൾക്ക് PGക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള വ്യത്യാസം. ഇതിൽ 2 യൂണിവേഴ്സിറ്റിയും നല്ലതാണ്. 2 യൂണിവേഴ്സിറ്റിയും UGC അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കംഫർട്ട് സോൺ അനുസരിച്ചാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം കോഴ്സ് എടുത്തു കഴിഞ്ഞ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മാറാനായിട്ട് പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ പോയിന്റ്സ് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഏതാണോ ഓക്കെ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ച്, ഇപ്പം മലയാളത്തിൽ എക്സാം എഴുതാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനേ പറ്റുള്ളൂ, അതിനൊക്കെ ബേസ് ചെയ്ത് വേണം ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനും ഇഗ്നോയിലാണെങ്കിലും SNGയിലാണെങ്കിലും അഡ്മിഷൻ എടുക്കാനും ഫർദർ അസിസ്റ്റൻസിനുമായിട്ട് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ മാത്രമല്ല, അഡ്മിഷന് ശേഷമുള്ള പല സർവീസസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.